CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് മാസപ്പടി കേസിൽ. അതെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ CPM-ന് ഇത്രയും ഒരു അമ്പരപ്പില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതേയല്ല. ഇന്നലെ 8 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. തുടർ ദിവസങ്ങളിലും അത് പ്രതീക്ഷിക്കാം. കൂടുതൽ വിവരങ്ങളൊക്കെ അത് നോക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട്. എന്തായാലും എൻഫോഴ്സ്മെന്റിന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ് CPM. വീണയുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒപ്പം CPM പ്രതിഷേധങ്ങൾക്കും തുടക്കം കുറിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സൂചിപ്പിച്ച പോലെ 8 ഇടങ്ങളിലാണ് ഇന്നലെ വലിയ റെയ്ഡ് നടന്നത്. അത് CPM-നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അതായത് വീണയുമായി ബന്ധമുള്ളവരിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അമ്പിളി, മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായക ഒരു ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ, അതായത് വീണയുടെ വീട്ടിൽ, പിണറായി വിജയന്റെ വീട്ടിലാണ് ആദ്യം റെയ്ഡ് നടന്നത്. ആ സമയത്ത് അവിടെ നിന്ന് വീണയുടെ ചില ഡയറികളും അതുമായി ബന്ധപ്പെട്ട രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ ED ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് ഇന്നലെ ഉണ്ടായത്. തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം റിയാസ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നിലപാടെടുത്തിട്ടുള്ളത്. കാരണം ഈ കാര്യത്തിൽ ഉന്നതതല ഇടപെടൽ, ഈ കരാറുമായി ബന്ധപ്പെട്ട CMRL-മായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെടെ ഔദ്യോഗിക പദവികളടക്കം ഉപയോഗിച്ചിരുന്ന ആളുകളുടെ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരുപക്ഷെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നൊക്കെ തന്നെയാണ് ED കണക്ക് കൂട്ടുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഈ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ അതുമായി ചേർന്ന് നിന്ന ആളുകളെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ കുറെ കൂടി സമ്മർദ്ദം CPM-ന് മുന്നിലേക്ക് വെക്കാൻ പറ്റും. മാത്രമല്ല, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഏതൊക്കെ തരത്തിലാണ് ഈ പണം ചിലവഴിച്ചിട്ടുള്ളത്, അതിന്റെ സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ലഭിച്ച വിവരങ്ങളുടെയും ഒപ്പം തന്നെ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ED ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണെന്ന് ശ്രമിച്ച് ED-യുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ED സ്വാഭാവികമായി റെയ്ഡ് നടത്തിയാൽ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട് റിലീസ് പുറത്തിറക്കുക. അപ്പോഴാണ് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു, ഏതൊക്കെ തരത്തിലായിരുന്നു റെയ്ഡിന്റെ ഒരു സ്ഥിതിഗതികൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വരിക. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ തുടർ നീക്കങ്ങൾ അതിശക്തമായി ED മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. റിയാസിലേക്ക്, അതുമായി ബന്ധപ്പെട്ട അത്തരം ഉന്നതരിലേക്ക് അന്വേഷണം പോകേണ്ടതിന്റെ ആവശ്യകത ED തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ ED-യുടെ ഓഫീസിൽ ചേർന്നത്, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ നടക്കുന്ന യോഗത്തിനപ്പുറത്തേക്ക് ചില നീക്കങ്ങൾ ED-യുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഈ റെയ്ഡ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് മുൻപ് നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് CPM വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ കോഴിക്കോട് മാത്രം ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുകയാണ്. കാരണം തിടുക്കപ്പെട്ട് മറ്റൊരു നീക്കത്തിലേക്ക് പോയാൽ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകും. മുൻപുണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ കേസുകളെല്ലാം തന്നെ ആ നിലയ്ക്ക് പോകുന്നുണ്ട്. ED-യുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അക്രമമോ മറ്റു പ്രതികരണങ്ങളോ ഉണ്ടായാൽ ഒരു പക്ഷേ കൂടുതൽ കടുത്ത നടപടികൾ എൻഫോഴ്സ്മെന്റ് ഭാഗത്ത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറെ കൂടി സംയമനത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഏത് മേഖലയിലാണ് ഈ സംഭവം നടന്നത് ആ മേഖല കേന്ദ്രീകരിച്ച പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ഉൾപ്പെടെ അവരുടെ വീടുകളിലൊക്കെ തന്നെയാണ് പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി നേരിട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്താൻ തന്നെയാണ് തീരുമാനങ്ങൾ. ഒപ്പം തന്നെ നിഖിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്പിളി, മായ.